ഹലോ എവ്രി വൺ. ഇന്ന് എനിക്കൊരു പ്രൊഡക്റ്റീവ് ഡേ ആയിരുന്നു. പഴം ദാ കുറേ പഴുത്തിരിക്കുന്നു, അതുപോലെ മാമ്പഴം കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ മാമ്പഴം പ്രിസർവ് ചെയ്യാനും ഉണ്ണിയപ്പം ഉണ്ടാക്കാനും ഒക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ശർക്കര ദാ പാവ് കാച്ചി വെച്ചിട്ടുണ്ട്. മാമ്പഴം തോലൊക്കെ കളഞ്ഞ് നമുക്ക് ഈ ശർക്കര പാവ് കാച്ചിയത് കുറച്ച് ഒഴിച്ചു കൊടുത്ത ശേഷം വെള്ളവും ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് നമുക്ക് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നന്നായി തിളപ്പിച്ച് ഒന്ന് വേവിച്ച ശേഷം ഞാൻ കുറച്ചെടുത്ത് ഫ്രീസറിലേക്ക് വെക്കാൻ പോവുകയാണ്. ബാക്കി മാമ്പഴ പുളിശ്ശേരിയും ഉണ്ടാക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഇതാ പാകത്തിന് വെള്ളവും ഒഴിച്ചു കൊടുത്തു. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി റവ കൊണ്ടാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ പഴം, നമ്മുടെ ഓവർ റൈപ്പായ പഴവും എടുത്ത് റവയും എടുത്തിട്ടുണ്ട്. ഇനി ശർക്കര ഏലക്കയും ആഡ് ചെയ്ത ശേഷം നമ്മുടെ ശർക്കര പാനിയും ആഡ് ചെയ്ത് കൊടുക്കാം. ശർക്കര പാനിയും ആഡ് ചെയ്ത ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ പഴവും വേസ്റ്റ് ആക്കണ്ട. പിന്നെ മാമ്പഴം നമുക്ക് എപ്പോൾ വേണമെങ്കിലും പുളിശ്ശേരിയും ഉണ്ടാക്കാം. നമ്മൾ പ്രിസർവ് ചെയ്യുകയാണെങ്കിൽ ദാ ഫസ്റ്റ് ബാച്ച് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വീണ്ടും നമുക്ക് അരയ്ക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് മൈദാമാവ് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഉണ്ണിയപ്പം ഒന്ന് സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് പാകത്തിന് വെള്ളവും ഒഴിച്ച ശേഷം വീണ്ടും അരച്ചെടുക്കാം നമുക്ക്. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. മൈദാമാവ് ചേർത്തതാണ്. വേണമെങ്കിൽ നമുക്ക് ഗോതമ്പ് മാവും ആഡ് ചെയ്യാം. ഞാൻ പക്ഷേ മൈദയാണ് ആഡ് ചെയ്തത്. ഇനി നമുക്ക് കുറച്ച് തേങ്ങ കൊത്ത് നെയ്യിൽ ഇതാ വറുത്തെടുക്കാം നമ്മുടെ ഉണ്ണിയപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ തേങ്ങ കൊത്തിട്ടിട്ട് നെയ്യിൽ വറുത്ത് എടുക്കുകയാണ്. നമ്മുടെ മാമ്പഴം ഇവിടെ ബോയിൽ ചെയ്തുകൊണ്ടും ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ തേങ്ങാക്കൊത്തൊക്കെ നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആയി. ഇനി നമുക്കിത് നമ്മുടെ നമ്മുടെ അപ്പത്തിൻ്റെ മാവിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നെയ്യും തേങ്ങാക്കൊത്തും എല്ലാം കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 1 ടേബിൾ സ്പൂൺ നമ്മുടെ സിസമി സീഡ്സ്, നമ്മുടെ എള്ള് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ അടച്ച് മാറ്റി വയ്ക്കുകയാണ്. ഒരു 6 hours മാറ്റി വയ്ക്കുകയാണ്. ഇതിപ്പോൾ രാവിലെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ വൈകുന്നേരത്തോടുകൂടി ഉണ്ടാക്കാനാണ്. രാവിലെ ദോശയും ചട്നിയുമായിരുന്നു. അപ്പോൾ അത് ദോശയുടെ പണിയും നടന്നുകൊണ്ടിരുന്നു. സൈഡ് ബൈ സൈഡ് ചട്നിയും ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ സൈഡ് ബൈ സൈഡ് രാവിലെ ഈ പണികളെല്ലാം കഴിഞ്ഞു. നമ്മുടെ മാമ്പഴമൊക്കെ ഞാൻ മാറ്റി പ്രിസർവ് ചെയ്യാനായിട്ട് എടുത്ത് വെച്ചു. ഇത് ഉച്ചലത്തേക്കുള്ള കറി ഉണ്ടാക്കി തുടങ്ങുകയാണ്. അപ്പോൾ കുറച്ച് മാങ്ങ എടുത്തിട്ട് ഇതാ 2 പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് ബോയിൽ ചെയ്ത് തുടങ്ങാം. ഉപ്പും ആഡ് ചെയ്യണം. ഓൾറെഡി മാങ്ങ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആദ്യം വേകേണ്ട ആവശ്യമില്ല. മധുരവും ഒക്കെയുണ്ട്. നമ്മൾ ശർക്കര ഇട്ടിട്ടാണല്ലോ വേവിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ അരയ്ക്കാനായിട്ട് ഇതാ നാളികേരം എടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ജീരകം, 1 പച്ചമുളക്, എരിവിന് ആവശ്യമുണ്ടെങ്കിൽ 1 പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒന്നേ ആഡ് ചെയ്തുള്ളൂ. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ജീരകം ഒക്കെ ചേർത്ത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ അരപ്പ് ഈ മാമ്പഴത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാകത്തിന് കുറച്ച് വെള്ളവും ആഡ് ചെയ്ത ശേഷം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. എനിക്കിഷ്ടമാണ് ഈ മാമ്പഴ പുളിശ്ശേരി, നല്ലൊരു മധുരവും ഒക്കെ ആയിട്ട്. പിന്നെ നമ്മൾ തൈര് ഒഴിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ തേങ്ങ അരച്ചത് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഒരു 1 കപ്പ് തൈര് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ തൈരും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അധികം തിളപ്പിക്കേണ്ട, നമുക്ക് ഓഫ് ചെയ്യാം. ഓൾറെഡി നല്ല ചൂടാണല്ലോ. മിക്സ് ചെയ്ത് എടുക്കാം. അങ്ങനെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഉച്ച ഊണിനാണ് ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് വറവിന് വേണ്ടിയിട്ട് കുറച്ച് കടുക്, വറ്റൽമുളക്, കരിവേപ്പില, പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉലുവ പൊടിച്ചതും. അപ്പോൾ ഉലുവപ്പൊടി ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു മണവുമാണ്, പിന്നെ ടേസ്റ്റും ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ ഉലുവപ്പൊടിയും ആഡ് ചെയ്ത ശേഷം നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നല്ല അടിപൊളി മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മാമ്പഴം ഞാൻ കുറച്ചെടുത്ത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. ഇനി എപ്പോഴെങ്കിലും എനിക്കൊരു ക്രേവിങ് വരികയാണെങ്കിൽ നമുക്കിത് ഉണ്ടാക്കി കഴിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ കൂട്ടാൻ റെഡിയായി. പിന്നെ ചക്കക്കുരു ഉണ്ടായിരുന്നു. അപ്പോൾ ചക്കക്കുരു മെഴുക്കുവരട്ടി തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതും റെഡിയായി. അപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് മാമ്പഴ പുളിശ്ശേരിയും ചക്കക്കുരു മെഴുക്കുവരട്ടിയും ഒക്കെ കഴിച്ചിട്ട് നമ്മുടെ ഊണും
കഴിഞ്ഞു. നമ്മൾ എല്ലാം ഉണ്ടാക്കി കഴിയുമ്പോഴത്തേനും ഇവിടെയൊക്കെ വൃത്തികേടാവുമല്ലോ. ആസ് യൂഷ്വൽ നമ്മളെ തുടയ്ക്കലും പിടിക്കലും എല്ലാം. അപ്പോൾ അത് തുടച്ചതാ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ പണി കഴിഞ്ഞു. ഇനിയിപ്പോൾ വൈകുന്നേരത്തിന് ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോവാണ്. ഈ ഒരു സ്റ്റാൻഡ് ഞാൻ എൻ്റെ സ്റ്റവ് ടോപ്പിൻ്റെ മുകളിൽ വെക്കും. അപ്പോഴാണ് നമ്മുടെ ഈ ഉണ്ണിയപ്പക്കല്ല് ഇളകാതെ നിൽക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെക്കുന്നത്. എൻ്റെ അമ്മ തന്നതാണ് ഇങ്ങനെ. അപ്പോൾ ഇതെനിക്ക് നല്ല സൗകര്യമാണ്. അപ്പോൾ ഇതാ ഉണ്ണിയപ്പക്കല്ല് വെച്ചു. വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ അപ്പമാവും ഇപ്പോൾ ഒരു 7-8 മണിക്കൂറായി കാണും. രാവിലെ ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ ഒരു 4 മണിയായി. ഞാൻ ഉണ്ടാക്കാൻ പോവുകയാണ് വൈകുന്നേരം. അപ്പം മാവയ്ക്കത് നന്നായിട്ട് ഇളക്കി കല്ലിലിതാ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമ്മുടെ അപ്പത്തിൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്. അപ്പം ഞാൻ എങ്ങനെ പഴം യൂസ് ചെയ്ത്, അതായത് നമുക്ക് വേസ്റ്റ് ചെയ്യാതെ തന്നെ എൻ്റെ ഡേ ഒന്ന് പ്രൊഡക്റ്റീവ് ആക്കിയതാണെന്ന്, മാമ്പഴവും പഴവും ഒക്കെ വെച്ചിട്ട്. അപ്പോൾ അതാണ് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തത്. അങ്ങനെ നമ്മുടെ വൈകുന്നേരത്തിനുള്ള ഉണ്ണിയപ്പവും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്നാക്ക് ചായയോടൊപ്പം ഉണ്ണിയപ്പമാണ്. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം അങ്ങനെ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. വീണ്ടും അവിടെ എണ്ണയൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതൊക്കെ തുടച്ച് വൃത്തിയാക്കുകയും വേണം. ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ അതാണ്, സൈഡിലെല്ലാം എണ്ണയാകും. അപ്പോൾ വൃത്തിയാക്കണം. അപ്പോൾ വൈകുന്നേരം ചായക്ക് ഇതാ ഉണ്ണിയപ്പവും നമ്മുടെ ചായയും കൂടി ആയിരുന്നു. അപ്പോൾ ഇങ്ങനെയായിരുന്നു ഇന്നത്തെ ദിവസം. എൻ്റെ മോർണിംഗ് ടു ഈവനിങ് വരെ ഉള്ള ഒരു സമയം. ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.